Question paper revision. Chapter 4 Motion in a Plane Part 3 2017 മാർച്ച് 4 മാർക്കിന് Choose the correct statement or statements related to uniform circular motion. താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്, ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാവാം. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ടാൻജൻഷ്യൽ ടു സർക്കിൾ. ആക്സിലറേഷൻ സർക്കിളിന് ടാൻജൻഷ്യൽ ആയിരിക്കുന്നു. ആക്സിലറേഷന്റെ ഡയറക്ഷൻ യൂണിഫോം സർക്കുലർ മോഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടുവേർഡ്സ് ദ സെന്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഇനി സെക്കൻഡ് നോക്കുക. ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. നേരെ ഉള്ളിലേക്കാണ്, ആ റേഡിയസിന്റെ ഡയറക്ഷനിൽ ഇൻവേർഡ് ആണെന്ന്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി. രണ്ടാമത്തെ നോക്കുക. മൂന്നാമത്തെ, ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആവും, അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആവും, ഡയറക്ഷനിലെ വ്യത്യാസമുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ എന്താണ്, കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ നോക്കുക. ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നാലാമത്തത് എന്താണ്, തെറ്റാണ്. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ശരിയായിട്ട് കിട്ടി. ഏതൊക്കെയാണത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും. ഏതൊക്കെയാണ്? ആക്സലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. അതുപോലെ തന്നെ അടുത്തത് ഏതാ? ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഇൻ ടു എയർ ഫ്രം ദ പോയിന്റ് with a speed of 20 meter per second at an angle 30 degree. അപ്പോൾ ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്യുന്നു, എൻ്റെ വെലോസിറ്റി 20 meter per second ആണ്, ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ഇറ്റ്? അപ്പോൾ മാക്സിമം ഹൈറ്റ് ആണ് കാണേണ്ടത്. മാക്സിമം ഹൈറ്റിനുള്ള ഫോർമുല നമുക്കറിയാം. h is equal to u square sin square theta by 2g ആണ്. അപ്പോൾ ഇവിടെ യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 ആണ്, തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. ജീനെ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അത് 10 ആയിട്ട് എടുക്കാം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 ഇല്ലെങ്കിൽ 10 ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? h is equal to 20 square sin square 30 divided by 2 into 10. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ വാല്യൂ കാണാൻ പറ്റും. വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. 20 into 20 into sin 30യുടെ വാല്യൂ 0.5 ആണ്. അപ്പോൾ 0.5 into 0.5 divided by 2 into 10. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5 മീറ്റർ ആണ്. 2016 ഇംപ്രൂവ്മെന്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വർഷം ചോദിച്ചത്. ഐഡന്റിഫൈ ദ സ്കാലർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ്. താഴെ കൊടുത്തുള്ളതിൽ നിന്ന് സ്കാലർ ക്വാണ്ടിറ്റീനെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് മൂവ്മെന്റ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി നമുക്കറിയാം എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. അതുകൊണ്ട് മൂവ്മെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എന്നാണ് പറയുന്നത്. എഫ് എസ് കോസ് തീറ്റ ആണ്. അപ്പൊ അതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ വർക്ക് സ്കാലർ ക്വാണ്ടിറ്റി ആണ്. ടോർക്ക് നമുക്കറിയാം ആർ ക്രോസ് എഫ് ആണ്, ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷനും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? വർക്കാണ് ആൻസർ വരുന്നത്. അടുത്തത്, എ മാൻ ത്രോസ് എ സ്റ്റോൺ അപ് ടു എയർ അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. മുകളിലേക്ക് തീറ്റ ആംഗിൾ ഡ്രോ ചെയ്യുന്നുണ്ട്. ഡ്രോ ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ആൻഡ് മാർക്ക് ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ആക്സിലറേഷൻ മാർക്ക് ചെയ്യണം. അതായത് പ്രൊജക്ടൈലിന്റെ ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. ഹയസ്റ്റ് പോയിന്റിൽ നമുക്ക് വെർട്ടിക്കൽ വെലോസിറ്റി നമ്മൾ നോക്കിയാൽ, വെർട്ടിക്കൽ വെലോസിറ്റി ആണ് മുകളിലേക്കുള്ള വെലോസിറ്റി, അതിന്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ ഒറിസോണ്ടൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആക്സലറേഷന്റെ ഡയറക്ഷൻ നേരെ താഴത്തേക്കാണ് വരുന്നത്. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആ ഡയറക്ഷൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. നമ്മൾ ഒരു പ്രാവശ്യം ഡിറൈവ് ചെയ്താണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വിയുടെ വാല്യൂ 0, യുവിന്റെ വാല്യൂ യു സൈൻ തീറ്റ, എയുടെ വാല്യൂ -g, അതുപോലെ തന്നെ എസിന്റെ വാല്യൂ h. ഇതിൽ നിന്ന് h is equal to നമുക്ക് കിട്ടി യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. 2016 മാർച്ചിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ ചാപ്റ്ററിന്. When a body is projected into air with certain initial velocity making an angle with the horizontal, it travels in a parabolic path. അതായത് പ്രൊജക്ടൈലിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നു.
വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പൊ ഇവിടെ തന്നതിൽ പ്രൊജക്റ്റഡ് എന്നുള്ളൂ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം അത് പ്രൊജക്ടൈൽ ആണെന്ന്. പ്രൊജക്ടൈലിലെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമുക്ക് ഫിഗറിൽ കണ്ടാൽ അറിയാതാണ്. യു കോസ് തീറ്റയാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതുപോലെ തന്നെ യു സൈൻ തീറ്റയാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ. With a diagram, derive expression for maximum height and time of flight. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫിഗർ വരച്ചു. ഇനി മാക്സിമം ഹൈറ്റിന് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, s0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. നെച്ചിന്റെ വാല്യൂ കിട്ടി യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണം. അപ്പൊ അതിനുവേണ്ടി s ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിന്റെ വാല്യൂ 0 ആണ്. 0 ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടി ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തത്, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ടു എ മാൻ സ്റ്റാൻഡിങ് നിയർ ദ ട്രാക്ക് ദ ബോൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഒരു സ്പീഡിൽ പോകുന്ന ട്രെയിനിന്റെ വിൻഡോയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പൊ പുറത്ത് ട്രാക്കിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ആ ബോളിന്റെ എങ്ങനെയാണ് മൂവ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം അത് എന്തിനീക്കലാണ്, പ്രൊജക്ടൈൽ നീക്കലാണ്. പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറയുന്നത് ഏത് പാത്തായിരിക്കും? പാരബോളിക് പാത്താണ്. നമ്മളെ ആൻസർ ഏതാ വരുന്നത്? ഇറ്റ് ഫോളോസ് എ പാരബോളിക് പാത്ത്. അടുത്തത്, a stone is thrown with the help of a sling with initial velocity v0 at an angle theta from the horizontal. ഒരു സ്റ്റോണിനെ ഒരു സ്ലിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചവണ അല്ലെങ്കിൽ കവണ എന്നൊക്കെ പറയാറുണ്ട്. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ ഉയർത്തി വിടാറുണ്ട്. അപ്പൊ ആ ഷേപ്പിലുള്ളത് ഒരു വി ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ലിംഗ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്റ്റോണിനെ പ്രൊജക്ട് ചെയ്തു. വർക്കിംഗ് ഓഫ് സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ലോ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ട് ലോ ആണ് നമ്മൾ പഠിച്ചത്, ട്രയാങ്കിളും അതുപോലെ തന്നെ പാരലലോഗ്രാമും. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ സ്റ്റോൺ. അപ്പൊ ഇവിടെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ വന്നിരിക്കുന്നു. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. അപ്പൊ നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടി യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെക്ടർ ഡയഗ്രാം സ്റ്റേറ്റ് ദിസ് ലോ. അപ്പൊ നേരത്തെ നമ്മൾ ഏത് ലോ പറഞ്ഞത്? പാരലലോഗ്രാം ലോ. ആ പാരലലോഗ്രാമിനെ സ്റ്റേറ്റ് ചെയ്യാണ് വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട്. ആ വെക്ടർ ഡയഗ്രാം നമുക്കറിയാം ഏതാണ് വെക്ടർ ഡയഗ്രാം എന്നത്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത് വരുന്നു: if two vectors can be represented in magnitude and direction by the adjacent sides of a parallelogram, then diagonal represents resultant.